ഹലോ എവ്രി വൺ, എൻ്റെ പേര് ശുഭ. റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ദിവസത്തെ പത്രങ്ങളിലെ ഹെഡിങ് ആണ്. ഞാൻ ഹിന്ദുവാണ് എടുത്തത്. മോസ്റ്റ് ഓഫ് ദ നാഷണൽ ഡെയിലീസും ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത്? ബംഗ്ലാദേശിൽ ഇങ്ങനൊരു പ്രശ്നം നടക്കാനുള്ള കാരണം എന്താണ്? അതിൽ ഇന്ത്യക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്? ഇത് കാരണം ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ബംഗ്ലാദേശ് ഇന്ത്യ റിലേഷൻ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആ സമയത്ത് ഇൻഡോ പാക് വാർ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയും. അപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലം ഹിസ്റ്ററിയിലുള്ള പാർട്ട് ഞാൻ വളരെ കുറച്ചൊന്ന് പറയാം. ഇപ്പോൾ കാണുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പണ്ടത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. അതായത് ഇന്ത്യയുടെ 2 വശങ്ങളിലായിട്ടായിരുന്നു പണ്ടത്തെ പാകിസ്ഥാൻ കിടന്നത്. ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും വെസ്റ്റ് പാകിസ്ഥാൻ എന്നുമായിരുന്നു. സോ ആ ഇന്ത്യയുടെ 2 ഭാഗത്ത് കിടന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഭാഗത്തായി. കാരണം പാകിസ്ഥാൻ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഇരിക്കുന്ന ഭാഗം, ആ ഭാഗത്തുള്ള ആൾക്കാരോട് വളരെയധികം ഒരു സെക്കൻഡറി സിറ്റിസൺ പോലെയുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അവർക്ക് നൽകിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് 2 ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ 2 സൈഡിലാണെങ്കിലും അവരൊരു രാജ്യമാണ്. 2 ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവിടെയുള്ളവർ അവരുടെ റൈറ്റ്സിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ ബംഗ്ലാദേശുകാർ അന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് അവർ വളരെ ബ്രൂട്ടലായിട്ടായിരുന്നു അവിടുത്തെ മാർഷൽ ലോ അന്ന് എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. അതായത് ഹിന്ദുസിൻ്റെ തലക്കടിച്ചു കൊള്ളുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. സോ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ അന്ന് മൈനോറിറ്റീസ് എന്ന് കരുതപ്പെട്ടിരുന്ന ആൾക്കാർ ഇപ്പോഴും അതെ മൈനോറിറ്റീസാണ്. ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാർ, അവരോട് വളരെ മോശം ട്രീറ്റ്മെൻറ്റാണ് ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ടായിരുന്നത്. ഇത് ഓർത്തിരിക്കുക. ആൻഡ് ഈ ഒരു ലിബറേഷൻ വാറിൽ ഒരേ ഒരു രാജ്യമാണ് അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്, അത് ഇന്ത്യയാണ്. എല്ലാ രാജ്യത്തും സെക്യൂർ ആൻഡ് സേഫ് എന്ന് കരുതപ്പെടുന്നത് ഗവൺമെൻറ് ജോബ്സാണ്. കാരണം ജോബ് സെക്യൂരിറ്റി തന്നെയാണ്. സോ അതുപോലെ ബംഗ്ലാദേശിലും ഗവൺമെൻറ് ജോബുണ്ട്. അവിടെയുള്ള ഗവൺമെൻറ് ജോബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുമല്ലോ. പക്ഷേ 56% സീറ്റ്സ് എന്ന് പറയുന്നത് റിസർവേഷനിൽ പോവും. ഓക്കെ, ഇതാണ് അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ഈ 56% റിസർവേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? 1% ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, 5% മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടി, 10% വിമൻ കാൻഡിഡേറ്റ്സിന് വേണ്ടി, 10% അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ബംഗ്ലാദേശിലെ ഡിസ്ട്രിക്ട്സിന് വേണ്ടി, പിന്നെ ഒരു 30% ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ തലമുറകൾക്ക് വേണ്ടി, അതായത് ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ. സോ ടോട്ടലി 56% റിസർവേഷനിൽ പോവുകയാണ്. അതുമാത്രമല്ല, ഈ ഒരു കോട്ട സിസ്റ്റത്തിൽ ആ വേക്കൻസി സീറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ വർഷം 100 സീറ്റ്സ് ആണുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ 56 സീറ്റ്സ് നോർമലി ആർക്കാ പോകാൻ വേണ്ടത്? ഈ റിസർവേഷൻ കാറ്റഗറീസിന്. സോ ഈ 56 സീറ്റ്സിൽ 55 പേര് വന്നു, ഒരാളില്ലെങ്കിൽ ആ ഒരാളുടെ സീറ്റിൽ വേറൊരാൾക്ക് വരാൻ പറ്റത്തില്ല, ജനറൽ പബ്ലിക്കിന് വരാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. സോ അതും ഒരു പ്രശ്നമായി. ഇനി ഇതെല്ലാ പ്രശ്നത്തിൻ്റെയും പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ PM ഒരു യൂസേജ് അങ്ങ് കൊണ്ടുവന്നു. ആ യൂസേജിൻ്റെ ഭാഗമായിട്ട് ഈ പ്രൊട്ടസ്റ്റ് കുറച്ചൊന്ന് എസ്കലേറ്റായി. ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ തലമുറകൾക്കല്ലാതെ റസാക്കേഴ്സിനാണോ ഈ പറയുന്ന ഗവൺമെൻറ് ജോബ്സ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റിസർവേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. റസാക്കേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? റസാക്കേഴ്സ് എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വാർ, ആ വാറിൻ്റെ സമയത്ത് ഒറ്റ കൊടുത്ത ആൾക്കാർ, അഥവാ രാജ്യദ്രോഹികൾ എന്ന് നമുക്ക് പറയാൻ പറ്റിയ ടൈപ്പ് ഓഫ് ആൾക്കാർ, അവരെയാണ് റസാക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ കുട്ടികളെ അവർ ഇൻഡയറക്ട്ലി അങ്ങനെ വിളിച്ചു എന്നായി. ഒരുപാട് പേരുടെ ലൈഫ് പോയി. ആൻഡ് ദ മെയിൻ തിങ് എന്ന് പറയുന്നത് കുട്ടികൾ ഒരുപാട് കൊല്ലപ്പെട്ടു. അതൊരു വലിയ ഇഷ്യൂ ആണ്. കുട്ടികളൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഭാവിയാണ് ആ രാജ്യത്തിലെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ് ഒരുപാട് കൊല്ലപ്പെട്ടു. കാരണക്കാരെന്ന് പറയുന്നത് ഈ അവാമി ലീഗ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീന, ഇപ്പോഴത്തെ എക്സ് പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനയുടെ ഗ്രൂപ്പ്, അവരുടെ പാർട്ടീനെയാണ് അവാമി ലീഗ് എന്ന് പറയുന്നത്. സോ അവാമി ലീഗിലെ സ്റ്റുഡൻറ് വിങ് ആണ് ഇതിന് മെയിനായിട്ട് പുറത്തു വന്ന് ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളെ ഉപദ്രവിച്ചത് എന്നാണ്
പറയുന്നത്. ബേസിക്കലി വേറൊരു രാജ്യത്ത് നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് നമ്മൾ A to Z പഠിക്കണം എന്നില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് കാരണങ്ങളും അങ്ങനെയുള്ള കാരണം നമ്മുടെ രാജ്യത്ത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉള്ള സിസ്റ്റത്തിന് എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനൊരു അൺട്രസ്റ്റ് വരുമ്പോൾ PM എന്തായാലും ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ PM എന്ത് ചെയ്തു, അതായത് ഷെയ്ഖ് ഹസീന എന്ത് ചെയ്തു, ആർമിയുടെ ഹെഡിനോട് പറഞ്ഞു ദാറ്റ് നിങ്ങൾ ഈ പറയുന്ന കുട്ടികളെ സപ്രസ് ചെയ്യണം. അവർ ആരാണോ ബഹളം വെക്കുന്നത് അല്ലെങ്കിൽ ആരാണോ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അവരെ സപ്രസ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ആർമിയുടെ ഹെഡ് ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ആർമിയുടെ ഹെഡ്, അതായത് വക്കാർ ഉസ് സമാൻ, ഇത് ഇങ്ങനെയാണോ പേര് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, ഷെയ്ഖ് സമാൻ. സോ പുള്ളി നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ കസിൻ ഇൻ ലോ ആണ്, അതായത് കസിൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ കസിൻ ഇൻ ലോ ആണ്, റിലേഷൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പുള്ളിക്ക് ജൂൺ സമയത്ത് ഷെയ്ഖ് ഹസീന ഒരു പ്രൊമോഷൻ കൊടുത്തു. സോ ഇന്റേണൽ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊമോഷനെ വരെ ക്വസ്റ്റ്യൻ ചെയ്തു ഷെയ്ഖ് ഹസീന എന്നാണ്. അതായത് ഞാൻ നിങ്ങൾക്ക് പ്രൊമോഷൻ തന്നല്ലോ, അതിനൊരു ഫേവറായിട്ട് എനിക്കിപ്പോൾ ഇത് ചെയ്യൂ, എഗെയിൻസ്റ്റ് ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ഫേവറായിട്ട് ഇപ്പം അത് ചെയ്യൂ എന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത്. അങ്ങനെയും ന്യൂസ് ഉണ്ട് എന്ന് ഞാൻ കണ്ടതാണ്. ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് വന്നപ്പോൾ ബംഗ്ലാദേശിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചതും സമാനാണ്. സോ ഇതാണ് ഒരു പിക്ചർ. ഓക്കെ, എങ്കിലും ഇപ്പോൾ ഷെയ്ഖ് ഹസീന പുറത്തായി. സോ ഇനി അവിടെ ഒരു ഗവൺമെൻറ് ഇല്ല. നമ്മൾ കണ്ടതാണ് പാർലമെൻറ്റ് കയ്യേറിയ സ്റ്റുഡൻസ്, അവരവിടെ കാണിക്കുന്ന ബഹളവും എല്ലാം നമ്മൾ കണ്ടതാണ്. മെയിൻ ഇഷ്യൂ എന്താണ്, അവിടെ അതോറിറ്റി എന്ന് പറയുന്നത് ആർക്കാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആരുടെ കയ്യിലാണ് അതോറിറ്റി? പോലീസ് സ്റ്റേഷനൊക്കെ വേക്കൻ്റ് ആണ്. കാരണം എല്ലാ വെപ്പൺസും ഈ ആൾക്കാർ ലൂട്ട് ചെയ്തുകൊണ്ട് പോയി, പോലീസ് സ്റ്റേഷൻസ് ഒക്കെ ആക്രമിക്കുകയാണ്. ആൾക്കാർ സ്വയം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല, ഈ രാത്രി സമയമാകുമ്പോൾ കൂടുതൽ ആയിട്ട് ഈ ലോ ബ്രേക്കേഴ്സ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ, മൈനോറിറ്റീസിനെ അടിച്ചമർത്തുക. നമ്മൾ ഇൻ്റർനെറ്റിൽ കുറേ അധികം വീഡിയോസ് ലൈക്ക് ഹിന്ദുസിനെയൊക്കെ അവിടെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കണ്ടായിരുന്നു. അതിൽ കുറച്ചധികം ഫേക്കാണ്, പക്ഷേ കുറച്ച് ശരിയായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. വെനസ്ഡേ ട്യൂസ്ഡേ ഒക്കെ മൈനോറിറ്റീസിനോട് കുറച്ചധികം ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെനസ്ഡേ എൻഡ് ഓഫ് ദ ഡേ ആയപ്പോഴത്തേക്ക് ഇതെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ഒരു ഗവൺമെൻറ് ഇല്ലാത്ത സമയത്ത് ഒരു രാജ്യത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനൊരു എക്സാമ്പിളാണ്. ലൈക്ക് അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ട ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മാത്രം കാര്യങ്ങളാണ്. പക്ഷേ വേറൊരു രാജ്യത്തെ പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് എന്ന് പറയുന്നത് നാളെ നമുക്കും വരാം. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഇത് വന്നു, ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ ബംഗ്ലാദേശിൻ്റെ ഈ ഹിസ്റ്ററി ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഒരു പാർട്ടി പവറിൽ വരുന്നു, ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള കുറേ ആൾക്കാരെ അങ്ങ് ജയിലിലിടുന്നു. ആൻഡ് വീണ്ടും ഇവരുടെ ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും അതിലുള്ള കുറേ ആൾക്കാരെ അങ്ങ് ജയിലിലിടുന്നു. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് ഒപ്പോസിഷൻ പാർട്ടി ആയിട്ടുള്ള BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഹെഡായിരുന്ന ഖലീദ സിയ ജയിലായിരുന്നു. ഷെയ്ഖ് ഹസീന വരുന്നത് വരെയും ജയിലിലായിരുന്നു. ലൈക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് അവർ മോസ്റ്റ് ഓഫ് ദ ടൈം ട്രീറ്റ്മെൻറ്റിലായിരുന്നു എങ്കിൽ പോലും ലൈക്ക് ഷി വാസ് ഇൻ ജയിൽ. സോ അങ്ങനെ അവരും ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടപ്പോൾ അവരെയും ലൈക്ക് ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. സോ ഇപ്പോൾ അവിടെയുള്ള മെയിൻ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആർമി ഉണ്ട്, ഇനി ആർമിയാണോ മാർഷൽ ലോ ആണോ അവിടെ വരുന്നത്, അതോ BNP അതായത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അവരാണോ പവറിൽ വരുന്നത്, ഇതൊന്നും അറിയാൻ വയ്യ. പക്ഷേ ഈ എല്ലാ പ്രൊട്ടസ്റ്റും ഉണ്ടാക്കിയത് ആരാണ്? സ്റ്റുഡൻസ് ആണ്. സോ സ്റ്റുഡൻസിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് BNPയും വരാൻ പാടില്ല, ആർമിയും വരാൻ പാടില്ല. മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു നോബൽ ലോറേറ്റ്, ബാങ്കിങ് സിസ്റ്റത്തിലൊക്കെ ഒരുപാട് എന്താ പറയുക അഴിച്ചുപണികൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. സോ അദ്ദേഹം പുള്ളിക്ക് ഇടയ്ക്ക് ഇങ്ങനെ പൊളിറ്റിക്സിൽ വരണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതാക്കാൻ ഒരു ഫ്രിക്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ ബേസിക്കലി കുട്ടികൾക്ക് വേണ്ടിയിരുന്ന എന്താണ്, മുഹമ്മദ് യൂനസ് ഇപ്പോൾ ഉള്ള ഇൻ്ററിം ഗവൺമെൻറ്, അതായത് വരുന്ന ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ ഹെഡായിട്ട് വരണം എന്നാണ്. ഗവൺമെൻറ്റിൻ്റെ ചീഫ് അഡ്വൈസർ ആയിട്ട് തന്നെ വരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ കണ്ടത്. ലൈക്ക് ആ ഒരു ഗവൺമെൻറ് വന്നു. ഇനി ഇന്ത്യയുടെ ഒരു സൈഡ് എന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യയുമായിട്ട് അറൗണ്ട് ഒരു 4000 കിലോമീറ്റർ ബൗണ്ടറി നമ്മുടെ ബംഗ്ലാദേശ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ
എന്താണ് നടക്കുന്നത്? പൊളിറ്റിക്കലായിട്ടുള്ളൊരു പ്രശ്നമാണ്. പ്ലസ് അവിടെയുള്ള മൈനോറിറ്റീസിനെ അടിച്ചമർത്തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യതകൾ കൂടും. അപ്പോൾ അതൊരു നമുക്കൊരു പ്രോബ്ലം ആവും. ഇല്ലീഗലി നമ്മുടെ രാജ്യത്തോട്ട് ആൾക്കാർ വരുന്നത് നമുക്കൊരു പ്രോബ്ലം, അതൊരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇനി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തു, ലൈക്ക് ഇന്ത്യയിലോട്ടാണ് അവർ അവിടെ നിന്ന് വന്നത് എന്ന് വെച്ച് ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല. ബംഗ്ലാദേശിൽ ഏതൊരു ഗവൺമെൻറ് വന്നാലും അവരുമായിട്ട് ഇന്ത്യ നന്നായിട്ട് പോകണം. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരിക്കലും ഒരു സൈഡിൽ ഫേം ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരിക്കലും ഒരു സൈഡിൽ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. നാളെ ബംഗ്ലാദേശിൽ വേറൊരു പാർട്ടി വന്നാലും അവരുമായിട്ടും ഇന്ത്യക്ക് നല്ലൊരു ബന്ധം വേണം. ഓൾറെഡി ബംഗ്ലാദേശിലെ ഒപ്പോസിഷൻ പാർട്ടി, നേരത്തെ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒപ്പോസിഷൻ പാർട്ടി BNPക്ക് ഇന്ത്യയെ അത്ര ഇഷ്ടമില്ല. അവരുടെ ഒരുപാട് ഇന്റേണൽ മാറ്റേഴ്സിൽ ഇന്ത്യ ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്ട്സ് എല്ലാം വേണ്ടെന്ന് വെക്കണം, ബോയ്ക്കോട്ട് ചെയ്യണം, ഇന്ത്യ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരുപാട് പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീന വാസ് നമ്മുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഈ ബോർഡറിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും നമ്മൾ ഷെയ്ഖ് ഹസീന അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ്റിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഒപ്പോസിഷൻ വന്നാലും നമുക്കിവിടെ ഫ്രിക്ഷൻ വരും, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് എന്നും കൂടെ ഉള്ളത് ഒരു കാര്യമാണ്. ബേസിക്കലി ആൾക്കാർക്ക് ആരാണ് സെക്യൂരിറ്റി, അവരെ ആരാണ് സെക്യൂർ ചെയ്യേണ്ടതെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ ആംസ് എടുക്കാൻ തുടങ്ങും. അവർ പരസ്പരം ഉപദ്രവിക്കാൻ വരുന്നവരെ അവർ തിരിച്ചുപദ്രവിക്കും. കാരണം എല്ലാവർക്കും അവരവരുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരവരുടെ സെക്യൂരിറ്റി ആണല്ലോ വലുത്. സോ ഇതൊക്കെയാണ് അവിടെ ബേസിക് ആയിട്ട് നടക്കുന്ന കാര്യം. ഒരു കുട്ടി ചോദിച്ചിരുന്നു, ഒരേ ഒരു കുട്ടി ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് NCERT ക്ലാസ്സസ് ഇടാത്തതെന്ന്. വളരെ വൈകാതെ ഇടുന്നതായിരിക്കും. എനിക്ക് ബോർഡിൻ്റെ അടുത്ത് നിന്ന് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ഈ നിയർ ഫ്യൂച്ചറിൽ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. സോ ദാറ്റ്സ് ദാറ്റ്. താങ്ക് യു.